അല്ലി നല്ല ഉറക്കത്തിലാണെന്നോ മനസ്സിലാക്കിയ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞടിച്ചു. ക്രൂരമായി കൊലപ്പെടുത്തി. തുടർന്ന് അവളുടെ ശവശരീരം യാതൊരു ദയയും കൂടാതെ ഉപേക്ഷിച്ച് ആഭരണങ്ങളുമായി അയാൾ കടന്നുകളഞ്ഞു. ഇരുവരെയും തിരക്കിയിറങ്ങിയ അല്ലിയുടെ സഹോദരനായ അമ്പി കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരിയുടെ മൃതദേഹമാണ്. ഇത് കണ്ട് വിഷമം സഹിക്കവയ്യാതെ അമ്പി അവിടെ തലതല്ലി മരിക്കുകയും ചെയ്തു. അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞ നമ്പി കൂടുതൽ കാലമൊന്നും ജീവിച്ചതുമില്ല. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാളും പാമ്പുകടിയേറ്റ് മരണപ്പെടുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അല്ലിയും സഹോദരൻ അമ്പിയും ചോള സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മക്കളായി ജനിക്കുന്നു, നീലനും നീലിയും. ഇവർ ഇരുവരും പുനർജനിച്ചതിന് ശേഷം ആ സാമ്രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറുകയാണ്. മഹാമാരികളായിട്ടും ദുർമരണങ്ങളുമായിട്ടുമൊക്കെ ആ സാമ്രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇത് കാലക്രമേണ തന്നെ രാജാവ് ജ്യോത്സ്യന്മാരിൽ നിന്നും അറിയാൻ ഇടയാവുകയാണ്. അതുകൊണ്ട് തന്നെ രാജാവ് ഇവർ രണ്ടുപേരെയും രാജ്യത്ത് നിന്നും പുറത്താക്കാൻ നിർബന്ധിതരാവുകയാണ്. തുടർന്ന് ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചമിൻ കാട്ടിൽ രാജാവ് ഇവരെ രണ്ടുപേരെയും ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും അവരുടെ പൈശാചിക ശക്തികൾ കൊണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും പഴകഞ്ഞൂർ എന്ന ദേശത്ത് പണ്ട് അല്ലി കൊല്ലപ്പെട്ട സ്ഥലത്ത് വാസം ആവുകയും ചെയ്യുന്നു. അതോടുകൂടെ തന്നെ പഴകഞ്ഞൂരിൽ ദുർമരണങ്ങൾ ഒരു നിത്യസംഭവമായി മാറാനും തുടങ്ങി. പകൽ സമയങ്ങളിൽ പോലും കള്ളിയങ്കാട് എന്ന് പറയുന്ന കള്ളിമുള്ളുകളും മലകളും നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ, അതിലൂടെ യാത്ര ചെയ്യാൻ വരെ ആളുകൾക്ക് ഭയമായി തുടങ്ങി. ഇനി ഇതൊന്നും അറിയാതെ ആരെങ്കിലും ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പിറ്റേ ദിവസം അവരുടെ മൃതദേഹം ഏതെങ്കിലും ഒരു പനച്ചുവട്ടിൽ കിടന്ന് കിട്ടിയിട്ടുണ്ടാകും.